പിന്മാറില്ല എന്ന് മപ്പടിച്ച് നിൽക്കുകയായിരുന്നു ബൈഡൻ. ഒടുവിൽ ഗത്യന്തരമില്ലാതെ പിന്മാറി. പകരം വരാൻ പോകുന്നത് കമല ഹാരിസ് ആണെന്ന് പറയുന്നു. കമല ഹാരിസ് ഇപ്പോൾ വൈസ് പ്രസിഡന്റിനെ പോലും തേടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ പാർട്ടിയുടെ യോഗത്തിലാണ് ഇനി ഒഫീഷ്യൽ പ്രഖ്യാപനം വരേണ്ടത്. അപ്പോൾ ട്രംപ് പറയുന്നത് ബൈഡൻ പോയി കമല വന്നപ്പോൾ എനിക്ക് വിജയം കൂടുതൽ എളുപ്പമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രംപിൻ്റെ പോളിസികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ബൈഡൻ്റെ പോളിസികൾ. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് ശ്രദ്ധിക്കുന്നവർ പലരും പറയുന്നത് ബൈഡൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒബാമയാണ്. ബറാക്ക് ഒബാമയുടെ പോളിസികൾ തന്നെയാണ് ബൈഡൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ബൈഡൻ ഒരു നൂൽപ്പാവ, ഒരു പാവ മാത്രമാണ്, ഒബാമയാണ് പിൻസീറ്റ് ഡ്രൈവ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും കമല ഹാരിസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് അഭിമാനമൊന്നുമില്ല, വേണം ഇന്ത്യൻ വംശജയാണെന്ന് പറയാം എന്നല്ലാണ്ട് ഇന്ത്യക്ക് ഗുണമൊന്നുമില്ല. അത് അനുഭവത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അമേരിക്ക എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഈ മൈഗ്രേഷൻ്റെ കാര്യം, പിന്നെ ഹമാസ് പലസ്തീൻ പ്രശ്നം, ഇങ്ങനെ വളരെ നിർണായകമായ പല ആഗോള പ്രശ്നങ്ങളുണ്ട്. ഇതിലൊക്കെ കമല ഹാരിസ് വന്നാൽ എന്ത് നിലപാടായിരിക്കും ഉണ്ടാവുക? ഇന്ത്യക്ക് എന്തൊക്കെയാണ് ആശങ്കകൾ? അപ്പോൾ കമല ഹാരിസാണ് ഇനി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റിന് ഏകദേശം ഉറപ്പിച്ച ഒരവസ്ഥയിലാണ്. അവർ ഈ പറഞ്ഞ പോലെ വൈസ് പ്രസിഡൻറ്റിനെ ആയിട്ട് ആര് വേണം എന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ സാഹചര്യത്തിൽ ഇപ്പോൾ കമല ഹാരിസ് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് അമേരിക്കയുടെ പോളിസീസ് ആയിരിക്കുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപും രണ്ടുപേരുടെയും പലരും പറയുന്ന ട്രംപ് തന്നെ ആകും എന്നാണ്. അതെ, ഇനി അഥവാ ട്രംപ് വന്നില്ല, കമല ഹാരിസ് വരാണെങ്കിൽ ഇവരുടെ തമ്മിലുള്ള പോളിസിയുടെ വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം പ്രത്യേകിച്ച് ഇവർ ലോക പോലീസ് എന്നാണല്ലോ അമേരിക്ക അറിയാം. അപ്പോൾ അവരുടെ ഇൻ്റർനാഷണൽ പോളിസീസ് വെച്ച് തുടങ്ങാം. ആദ്യത്തെ കാര്യം യുക്രൈനെ സംബന്ധിച്ചാണ്. ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ സെലൻസ്കി വിളിക്കുകയൊക്കെ ചെയ്തു, ഞാൻ യുദ്ധം അവസാനിപ്പിക്കാൻ എനിക്ക് പറ്റും, ഞാനത് ശ്രമിക്കും എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ട്രംപ്. അപ്പോൾ അവിടെ അവരുടെ റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷൻ നടന്നിരുന്നല്ലോ, അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഈ ട്രംപിൻ്റെ പേര് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം നടന്ന പാടെ ഉടനെ ഇദ്ദേഹം നമ്മുടെ സെലൻസ്കി അദ്ദേഹത്തെ വിളിച്ചിരുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സാർ പറഞ്ഞ പോലെ നമുക്ക് യുദ്ധമൊന്നും വേണ്ട, യുദ്ധമൊക്കെ അവസാനിപ്പിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സെലൻസ്കി ഇഷ്ടമാണ്, സമാധാനം ഇഷ്ടമാണ്, പക്ഷേ കണ്ടീഷനാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഈ ട്രംപ് ഉദ്ദേശിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപിന് യുക്രൈനിലും വലിയ താല്പര്യമില്ല, നേറ്റോയിലും വലിയ താല്പര്യമില്ല. അതായത് ട്രംപിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യത്തിൻ്റെ സ്വത്ത് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അവിടെ പോയി നേറ്റോയിലുള്ള രാജ്യങ്ങളൊക്കെ രക്ഷിക്കാൻ നേറ്റോയുടെ അത് തായ്വാൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, നമ്മുടെ പത്രങ്ങളിലൊന്നും വന്നില്ല. കാരണം തായ്വാൻ്റെ കാര്യത്തിൽ ഒരു ഇൻഷുറൻസ് പോളിസി പോലെയാണ് US പെരുമാറുന്നത്. അവരെ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ഗുണമൊന്നുമില്ല, നിങ്ങളെ സഹായിക്കുന്നു, ചൈനയുടെ ഭീഷണിയിൽ നിങ്ങളെ സഹായിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങൾക്ക് പ്രീമിയം അടക്കണം. അതെ, ആ രീതിയിലാണ് പറയുന്നത്. ഒന്നാന്തരം കച്ചവടക്കാരനല്ലേ? അതെ, കച്ചവടക്കാരനാണ്. അപ്പോൾ ഈ നേറ്റോയിലെ മറ്റ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല. അതെ, അമേരിക്ക വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമേരിക്ക പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പോൾ യുക്രൈനെ തന്നെ യുക്രൈൻ 2 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ പല രീതിയിൽ പറഞ്ഞിരുന്നു, തോക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അമേരിക്കയുടെയും നേറ്റോയുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ഒരുപാട് സാമ്പത്തികമായിട്ട് ഇങ്ങനെ സഹായിച്ചു. പക്ഷെ തിരിച്ചതുകൊണ്ട് നമുക്കെന്ത് കാര്യമുണ്ടെന്നുള്ളത് പലരും ചിന്തിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ആ ചിന്ത ട്രംപിന് നന്നായിട്ടുണ്ട്. ട്രംപിൻ്റെ ഇനി വരാൻ പോകുന്ന വൈസ് പ്രസിഡന്റ് ഉണ്ട് വാൻസിൻ്റെ ചിന്ത ഇത് തന്നെയാണ്. വാൻസ് കുറച്ച് ട്രംപിനേക്കാളും കടുപ്പക്കാരാണെന്നാണ്. അപ്പോൾ ബൈഡൻ തന്നെ പറയുന്നത് ഈ വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ക്ലോൺ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഇവർ രണ്ടുപേരുടെയും ഒരേ പോളിസി ആയിരിക്കും. പക്ഷേ കമല ഹാരിസിൻ്റെ പോളിസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പോളിസി എന്ന് പറഞ്ഞാൽ കുറച്ച് യുക്രൈനിന് അനുകൂലമായിരിക്കും. അപ്പോൾ അതാണ് യുക്രൈനിൻ്റെ കേസിൽ. പിന്നെ ഇപ്പോൾ വളരെ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിനോട് ഈ പ്രശ്നമില്ല, ഏത് നേറ്റോയിൽ താല്പര്യമില്ല, അതേപോലെ യുക്രൈനിൽ താല്പര്യമില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ മാനസപുത്രനെ പോലെയാണ് ട്രംപ് കണക്കാക്കുന്നതും. അത് കമല ഹാരിസും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അതെ, കമല ഹാരിസ്. പക്ഷേ എന്നാലും ട്രംപിൻ്റെ അത്രയും സപ്പോർട്ട് കമല ഹാരിസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. ട്രംപ് ഫുള്ളി ഇൻ സപ്പോർട്ട് ഓഫ് ഇസ്രായേലാണ്. എന്ത് കാണിച്ചാലും ഇസ്രായേൽ. അത് തന്നെയല്ല, ഇസ്രായേലിൻ്റെ പേര് പറഞ്ഞ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ സമരങ്ങളൊക്കെ നടത്താറുണ്ട്, കൊളംബിയയിലൊക്കെ. ആ കച്ചവടമൊന്നും വേണ്ട, അങ്ങനെ വരുന്നവരെ പിന്നെ ഇവിടെ നിർത്തണ്ട എന്നുള്ളത് വളരെ ഓൾറെഡി ബൈഡന്റെ കാലത്തും നടന്നു. അങ്ങനെ സമരം ചെയ്തവരെയൊക്കെ അവർ ഡീപ്പോർട്ട് ചെയ്തു. അത് സമരമൊക്കെ നടന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട്. ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊന്നും ആലോചിക്കുക വേണ്ട, ഈ കേസ് കൂടെ വേണ്ട എന്നുള്ളത് വളരെ പ്രകടമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സ്വന്തം ആയിട്ടാണ്
രണ്ടുപേരും കണക്കാക്കുന്നത്. അതായത് ഈ പറഞ്ഞ ട്രംപ് ആയി കഴിഞ്ഞാലും വാൻസ് ആയി കഴിഞ്ഞാലും കമല ഹാരിസും സപ്പോർട്ട് ചെയ്യും. പക്ഷേ കമല ഹാരിസിന് കുറച്ച് ലിമിറ്റേഷനൊക്കെ ഉണ്ട് ആ കാര്യത്തിൽ. പാലസ്തീൻ്റെ കുറച്ച് താല്പര്യങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തിട്ട് പാലസ്തീൻ്റെ ഒരു എക്സിസ്റ്റൻസ് അവർ അംഗീകരിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ട്രംപിൻ്റെ അത്രയും സപ്പോർട്ട് ഉണ്ടാവില്ല. പക്ഷേ യുക്രൈൻ്റെ കാര്യത്തിൽ യുക്രൈനാണ് ഇപ്പോൾ സെലൻസ്കി ആകെ പേടിച്ചോ എന്നൊരു സംശയമുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ഹീസ് ടോക്കിംഗ് ഇൻ ടേംസ് ഓഫ് കോംപ്രമൈസിൻ്റെ കാര്യം പറയുന്നുണ്ട്. റഷ്യയുമായിട്ട് ചർച്ചയാകാം എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ അതിന് സമ്മതിക്കുമായിരുന്നില്ല. ചർച്ചയാകാം, പക്ഷേ ഞങ്ങളുടെ ഏതെല്ലാം സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ അത് അതേപടി തിരിച്ചു തരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ വക ഡിഫറൻസാണ് ഇൻ്റർനാഷണൽ അപ്രോച്ചിൽ ഉള്ളത്. പിന്നെ അവിടുത്തെ രാജ്യത്തിനകത്തുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായ ഡിഫറൻസ് കുടിയേറ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. കുടിയേറ്റത്തിൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ കുടിയേറ്റം നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നവും കൂടിയാണ്. പക്ഷേ അതിൽ കൂടുതലായിട്ട് അവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അബോർഷനാണ്. അബോർഷൻ്റെ കാര്യത്തിൽ ട്രംപാണെങ്കിലും വാൻസ് ആണെങ്കിലും ഒരേ കാഴ്ചപ്പാടാണ്. ട്രംപിനും വാൻസിനും അബോർഷനോട് യാതൊരു താല്പര്യമില്ല. അപ്പോൾ സാധാരണ പലരും പറയും അങ്ങനെ അബോർഷൻ ചില കാര്യങ്ങളിലൊക്കെ ആകാം എന്ന് പറയും. രണ്ട് കാര്യങ്ങളിൽ സാധാരണ പറയാറുള്ളത് ഒന്ന് റേപ്പ്, പിന്നെ വേറൊന്ന് ഇൻസെസ്റ്റ്. ഇപ്പോൾ റേപ്പിലൂടെയോ ഇൻസെസ്റ്റിലൂടെയോ പ്രഗ്നൻ്റ് ആയാൽ പോലും ആ പ്രഗ്നൻസി അത് ആ ജീവൻ അവകാശപ്പെട്ടതാണ് ആ കുഞ്ഞിനെന്നുള്ള രീതിയിലാണ് ഇവരുടെ രണ്ടുപേരുടെയും ട്രംപിൻ്റെയും വാൻസിൻ്റെയും കാഴ്ചപ്പാട്. പക്ഷേ ഈ അബോർഷൻ്റെ കാര്യത്തിൽ ഇങ്ങനത്തെ നിർബന്ധ ബുദ്ധി വേണ്ട എന്നാണ് കമല ഹാരിസ് പറയുന്നത്. പിന്നെ ഈ വാൻസൊക്കെ പറയുന്ന ആകെ ഒരു സാഹചര്യത്തിൽ മാത്രമേ അബോർഷൻ പറ്റുള്ളൂ. ഈ കുഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ മദറിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഓക്കെ ഇതായിക്കോ. പക്ഷേ റേപ്പ് നടന്നോ ഇൻസെസ്റ്റ് നടന്നോ എന്നും പറഞ്ഞുകൊണ്ട് വേണ്ട, അത് കുട്ടി ജനിക്കട്ടെ എന്നുള്ളതാണ് അവരുടെ അബോർഷനെ പറ്റിയുള്ള കാഴ്ചപ്പാട്. പിന്നെ സാർ പറഞ്ഞ ഇമിഗ്രേഷൻ, ദാറ്റ് ഓൾസോ ഇസ് എ ബിഗ് പ്രോബ്ലം. ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ വളരെ കാറ്റഗറിക്കൽ, വളരെ അൺഇക്വലാണ് ഇവരുടെ രണ്ടുപേരുടെയും, ഡൊണാൾഡ് ട്രംപിൻ്റെയും ഈ വാൻസിൻ്റെയും കാഴ്ചപ്പാട്. അവർക്ക് ഇതെങ്ങനെയാലും കൺട്രോൾ ചെയ്യണം. കാരണം പല രാജ്യങ്ങളിൽ നിന്നും വരുന്നു, ഇവിടെ വന്നിട്ട് നമ്മുടെ യാതൊരു താല്പര്യങ്ങളും അവർ കൺസിഡർ ചെയ്യുന്നില്ല. അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാഞ്ഞിട്ട് ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശല്യമാണ് ഉണ്ടാക്കുന്നത് പലരും. പിന്നെ മെക്സിക്കോയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, അവിടെ ഒരു മതിൽ വേണം എന്നൊക്കെയാണ്. പക്ഷേ ഈ കാഴ്ചപ്പാട് കമല ഹാരിസിന് അത്ര സ്ട്രോങ് ആയിട്ടില്ല. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ ദി കേസ് ഓഫ് മെക്സിക്കോ, അവിടെ മതിൽ പണിയണമെന്നൊന്നും ശരിയല്ല എന്നുള്ളത്. കാരണം അതൊരു പൊളിറ്റിക്കലായിട്ട് മാത്രം ഇതിനെ കാണാൻ പറ്റില്ല. ഈ വരുന്ന കൂട്ടത്തിൽ, ഇവിടെ ഇടിച്ചു കയറി വരുന്ന കൂട്ടത്തിൽ എത്ര അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരോടൊക്കെ നമ്മൾ കുറച്ചുകൂടി കൈൻഡായിരിക്കണം. കുറച്ച് പേരൊക്കെ വന്നു എന്ന് വിചാരിച്ച് അമേരിക്ക ഇല്ലാതായി പോകില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ സോഫ്റ്റായിട്ടാണ് കമല ഹാരിസ് കാണുന്നത്. പക്ഷേ കമല ഹാരിസിൻ്റെ ഈ കാഴ്ചപ്പാടല്ല. ട്രംപിനും അതേപോലെ തന്നെ വാൻസിനും ഒരേപോലെ ഈ ഇമിഗ്രേഷൻ അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ്. കണ്ടോടത്തുനിന്നൊക്കെ കയറി വരുന്നു, വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തെല്ലാം പ്രശ്നം. ഇന്ത്യയിൽ നിന്നുള്ള വിസകൾ അവിടെ PR നോക്കിയിരിക്കുന്ന ആളുകൾക്കൊന്നും വർഷങ്ങളായിട്ട് പാസ്സാവുന്നില്ല. അവിടെ കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ അവർക്ക് ഇന്ത്യക്കാരെയും ഇവിടുന്ന് പോകുന്ന ഹിന്ദുസിൻ്റെ കാര്യത്തിൽ അവർക്ക് ട്രംപിന് നല്ല ഇമ്പ്രഷനാണുള്ളത്. അവരവിടെ പോയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷേ അതേപോലെ ആണോന്നില്ല എല്ലാ രാജ്യങ്ങളും. ഈ മെക്സിക്കോയിൽ നിന്നൊക്കെ 10 വർഷത്തോളമായിട്ടൊക്കെ പെൻഡിങ് ഉണ്ട്. ഉണ്ട് ഒരുപാട് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അത് ഈ ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിരിക്കുമോ? ഗവൺമെൻറ് ഇപ്പോൾ ഇത് ഡിസ്കറേജ് ചെയ്യാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കെട്ടിക്കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഒന്നും കൂടി കൂടും. പക്ഷേ ഇവിടെ എനിക്കറിയാവുന്ന ചില ആപ്ലിക്കൻസ് ഉണ്ട്. അവർ പറയുന്നത് ട്രംപ് വന്നാൽ ഈസി ആയിട്ട് ഇന്ത്യൻസിന് കിട്ടും എന്നാണ്. ഇന്ത്യൻസ് ഇമിഗ്രൻസ് പൊതുവിൽ ഉള്ളവരോടുള്ള കാഴ്ചപ്പാടല്ല ഇന്ത്യയോട്. കാരണം ഇന്ത്യക്കാരവിടെ പോയിട്ട് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ട്രംപിൻ്റെ പീരീഡിലും ഈ പറഞ്ഞ ആപ്ലിക്കൻസ് പുറത്തായിരുന്നു. അവർക്ക് ഓപ്പൺ ചെയ്ത് കിട്ടിയിട്ടില്ല. പിന്നെ ഒരിടയ്ക്ക് ആ കോവിഡിൻ്റെ ഒക്കെ സമയത്ത് ഇതിൻ്റെ വേറെ ഒഫീഷ്യൽ പ്രോസസ്സിംഗ് ഒന്നും നടക്കണില്ലായിരുന്നു. അങ്ങനെയും കുറേ താമസം വന്നായിരുന്നു. ഇപ്പം പിന്നെ കുറച്ചും കൂടിയൊക്കെ സിമ്പിളായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറെ ഇതേപോലെ അഭിപ്രായ വ്യത്യാസമുള്ള ഈ ഡൊണാൾഡ് ട്രംപും കമല ഹാരിസുമായിട്ട് വ്യത്യാസം വരാവുന്ന വേറൊരു കാര്യം, ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്നുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ആ ചേഞ്ചിന് എന്ത് തടയിടാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും വളരെ ഡിഫറെൻ്റ് ഒപ്പീനിയൻ. അതായത് കമല ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൊആക്റ്റീവ് ആയിരിക്കണം. നമുക്ക് എന്തെല്ലാം രീതിയിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കലൊന്നും ഒരു പ്രശ്നമല്ല. പൈസ മുടക്കിയാലും വേറെ സാക്രിഫൈസസ് വേണ്ടി വന്നു കഴിഞ്ഞാലും ക്ലൈമറ്റ് ചേഞ്ചിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് കമല ഹാരിസിൻ്റെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഡൊണാൾഡ് ട്രംപിന് അങ്ങനെയില്ല, വാൻസിനും ഇല്ല. ഡൊണാൾഡ് ട്രംപ് പറയണത്
ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അതെ അതെ. പ്രകൃതിയുടെ ജോലിയൊക്കെ ചെയ്യട്ടെ, നമ്മൾ പ്രകൃതിയുടെ ജോലി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് പണം മുടക്കാനും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. അത് അങ്ങനെ ആർക്കെങ്കിലും മുടക്കണമെങ്കിൽ മുടക്കിക്കോട്ടെ, നമ്മളുടെ രാജ്യം നമ്മുടെ ഫണ്ട് വേണ്ട. അതെ, അത് വേണ്ട. പിന്നെ ഒരു കാര്യം എക്കണോമിക് പോളിസീസിലാണ്, അത് വളരെ പ്രധാനപ്പെട്ടാണ്. എക്കണോമിക് പോളിസിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഒരു ബിൽഡർ കോൺട്രാക്ടറൊക്കെ ആയിരുന്നിട്ടുള്ള ആളാണ്, അതേപോലെ ഇഷ്ടംപോലെ പണവും ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഹീ തിങ്സ് ബിഗ്, വലിയ ടേംസിലുള്ള കോർപ്പറേറ്റ് ജയൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. പക്ഷേ കമല ഹാരിസിന് കുറച്ചുകൂടി സ്മോൾ സ്കെയിലിലുള്ള കാര്യങ്ങൾ നടക്കണം. പിന്നെ പാവപ്പെട്ടവർക്ക് കുറച്ച് ടാക്സ് കൺസെഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കണം. കോർപ്പറേറ്റ് ഭീമന്മാരെ മാത്രം സഹായിച്ചാൽ പോരാ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കമല ഹാരിസിനുള്ളത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതാണ് ഒരു തനി ബൂർഷ്വാ ചിന്താഗതിയാണ് ഇക്കാര്യത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ തമ്മിൽ മെയിനായിട്ടുള്ള വ്യത്യാസങ്ങൾ. പക്ഷേ ഇപ്പോൾ വളരെ ഈ പോപ്പുലറായി നിൽക്കുന്ന ഈ അറ്റാക്കിന് ശേഷം വളരെ പോപ്പുലറായി ഒരു സിമ്പതി വേവ് പോലും ട്രംപിന് അനുകൂലമായിട്ടുണ്ട് എന്ന് തോന്നുന്നു. സിമ്പതി വേവ് ഉണ്ട്. മാത്രമല്ല ഹി ക്യാൻ റൈസ് ടു ദി ഒക്കേഷൻ വാട്ട് എവർ ബി ദി ചലഞ്ച് എന്നുള്ളത്. കാരണം വെടിവെക്കുന്നു, വെടി കൊള്ളുന്നു, എന്നിട്ട് അവിടെ പിടിച്ചെഴുന്നേറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ആ കാഴ്ച എന്ന് പറഞ്ഞാൽ വെരി മച്ച് ഇൻ കീപ്പിംഗ് വിത്ത് ദി അമേരിക്കൻ സ്പിരിറ്റാണ്. അതേസമയം മറ്റേ ബൈഡനായിരുന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത്, അതെ ആൾക്ക് മനസ്സിലാകാതെ അദ്ദേഹം വേച്ചു പോകുന്നു, വീഴുന്നു. ഇപ്പൊ കോവിഡും വന്നു. അപ്പം ആ കോവിഡ് വന്നതോടുകൂടിയാണ് ആള് പിന്നെ അവസാനിപ്പിച്ചതെന്നാണ്. അതായിരിക്കും, അദ്ദേഹം പിന്മാറില്ലായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇങ്ങനെ ഇദ്ദേഹത്തെ പല കാരണങ്ങൾ പറഞ്ഞ് പ്രേരിപ്പിച്ചു. അതായത് ട്രംപ് ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, പിന്നെ ചെറുപ്പക്കാർക്ക് ഒരു ചാൻസ് കൊടുക്കാം, അങ്ങനെ പല കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചു നോക്കി. കാരണം നിർത്തിപ്പോന്ന് പറയാൻ പറ്റില്ലല്ലോ ഇത്രയും വലിയൊരാൾ. ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്താമല്ലോ, ഞാൻ നിർത്തിപ്പോയിക്കോളാം, ലെറ്റ് ഗോഡ് കം ആൻഡ് ടെൽ മീ എന്നാണ്. ദൈവം എന്ന് പറയട്ടെ എന്നുള്ള കണ്ടീഷനായിരുന്നു. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ കോവിഡിൻ്റെ മുതൽ. ഒരുപക്ഷെ ദൈവം ഒരു സിഗ്നൽ കൊടുത്തതായിരിക്കും. അതായത് ഈ കണ്ടീഷനിൽ ഇത്രയും വലിയൊരു രാജ്യം, ന്യൂക്ലിയർ ബട്ടൺ ഉണ്ടല്ലോ, അതിന് ഒരു ഡിസിഷൻ എടുക്കേണ്ട ആൾ ഓർമ്മയില്ലാതെ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ആള് ഹീസ് എ ഗ്രേറ്റ് മാൻ, ഗുഡ് മാൻ, ഓണസ്റ്റ് മാൻ, എല്ലാം നല്ല കാര്യങ്ങൾ. പക്ഷേ ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ്. അവിടെ ഓർമ്മയില്ലാതിരിക്കാനായിട്ട് എങ്ങനെയാലും പറ്റില്ല. അത് അമേരിക്കക്കാർ അത് നോക്കിക്കോളും. അപ്പോൾ അത് മനസ്സിലായി, ഇപ്പോൾ ബോധ്യമായി. അതുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചു. ഏതായാലും കമല വരും എന്നാണ് സൂചന. പക്ഷേ അവരുടെ ഈ ജനറൽ ബോഡിയോ മീറ്റിങ്ങോ അല്ലേ, അത് കഴിയുമ്പോഴാണ് ഒഫീഷ്യലി വരുന്നത്. പക്ഷേ കാര്യങ്ങൾ കമല ഹാരിസ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൺവെൻഷൻ ഇപ്പം അടുത്ത മാസം മറ്റാണ് നടക്കും. അപ്പോൾ ബൈഡൻ തന്നെ ഇവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, ഞാൻ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കമല ഹാരിസിൻ്റെ പേര് പറഞ്ഞില്ല. അപ്പോൾ ആൾക്കാർ അതിൽ പല അർത്ഥങ്ങൾ റീഡിങ് ബിറ്റ്വീൻ ദി ലൈൻസ് തുടങ്ങി. പക്ഷേ അദ്ദേഹം പറയാതിരുന്നത് മറന്നുപോയതായിരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കമല ഹാരിസ് വരണം, കമല ഹാരിസാണ് ഐഡിയൽ ചോയ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. പിന്നെ ഒബാമയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണോ? പക്ഷേ ഈ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറിയതിന് ശേഷവും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രസിഡന്റുമാരെ പോലും നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയായി എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് ഒബാമയെ പോലെ മറ്റാരും വന്നിട്ടില്ല. അതെ, ഒബാമ ഇതിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒബാമ ഒരു സംശയമൊന്നുമില്ല, അവർ നല്ലപോലെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് തന്നെയല്ല, ഒബാമ തന്നെ പറഞ്ഞായിരുന്നു ബൈഡൻ മാറണമെന്ന് ഒബാമ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയായിരുന്നു. പക്ഷെ അതിൽ വേറെ മാലിസൊന്നുമില്ല, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. കാരണം ഓർമ്മ പ്രശ്നമുള്ള ഒരാൾ അവിടെ ഇരുന്നാൽ ശരിയാവില്ല. ദുരുദ്ദേശമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ട്രംപും കമലയും തമ്മിലുള്ള ഒരു പോരാട്ടം ലോകം കാത്തിരിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. നമുക്കും കാത്തിരിക്കാം. അതെ.